ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന് ഞാൻ പുതിയൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഇവിടെ ഞങ്ങളുടെ മുറ്റത്ത് ഗാർഡനിൽ നിന്ന് പറിച്ച മുളക്. അപ്പം ഞാൻ വിചാരിച്ചു ഈ മുളക് കൊണ്ട് എന്താ ചെയ്യേണ്ടത്, ഇതൊരു വലിയ മുളകാണ് താനും, നമുക്ക് കറികൾക്കൊന്നും ഇടാൻ ഇത് നഷ്ടമായിപ്പോയി ഇതെടുത്താൽ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ അവസാനം ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് മുളക് ബജി, മിർച്ച് ബജി. ഞാൻ ഈ ബോംബെയിലായിരുന്നപ്പം ഒരുപാട് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു മിർച്ച് ബജി. അപ്പോൾ അതിന് പറ്റിയൊരു മുളകാണ്. ഇച്ചിരി വലിപ്പം കൂടുതലാണ്, എങ്കിലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് പറിച്ച് ഇത്രയും മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പലതവണ ആലോചിച്ചു ഇങ്ങനെ ഒരു മുളക് ബജി ഉണ്ടാക്കിയാലോ. പക്ഷെ നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളക് തീരെ ചെറുത്, അതുകൊണ്ട് ഉണ്ടാക്കിയൊരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ടൈം വന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി ഒന്നുമില്ല, ഇത്രയും മുളകിനുള്ളതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതിൽ കുറച്ച് കായപ്പൊടി ഇടുവാണ്. ഒരു സ്വല്പം മതി, ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും ഒരു ശർക്കര, ഒരു കളറിന് വേണ്ടി മാത്രം ഇടുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്, അതിടണം. കൂടാതെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി ഇടുക, ഒരു ടേസ്റ്റിന് വേണ്ടി. പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം, ഒരു പിഞ്ച് സോൾട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ പരുവത്തിന് കലക്കിയെടുക്കണം. ആദ്യം സ്വല്പം ഒഴിക്കാം, എന്നിട്ടിങ്ങനെ ഇളക്കി നോക്കാം. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ച് അതിൻ്റെ പരുവത്തിലാക്കി വെക്കാം. അപ്പോൾ ഇത് കലക്കി വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിന് കണ്ടോ, ഇങ്ങനെ ഒത്തിരി ഒഴുകി പോവുകയും ചെയ്യരുത്. ഇങ്ങനെ തൈരൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെ ചെറിയ ലൂസായി, എന്നാൽ ഒത്തിരി ലൂസും ആകരുത്, ഈ പരുവത്തിന്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സാധാരണ നമുക്ക് കീറാതെ ഇതുണ്ടാക്കാം, ഇത് കീറി ഉണ്ടാക്കാം. ഇത് എരിവുള്ള മുളകാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒന്ന് നെടുകെ കീറി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് അരിയൊക്കെ എടുത്ത് കളയണമെങ്കിൽ കളയാം. ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ കീറുന്നതുകൊണ്ട് ഉദ്ദേശം അതിൻ്റെ അകത്ത് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഇത് നമുക്കൊരു 2-3 എണ്ണം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ നെടുവെ ഒന്ന് കീറുവാണ്. മസാല പിടിക്കാൻ വേണ്ടി മാത്രമാണ് കീറുന്നത്. എരിവ് കളയാനാണെങ്കിൽ അതിൻ്റെ അകത്തെ അരി നമുക്കിങ്ങനെ കീറിയിട്ട് എടുത്ത് കളയാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് വലിയ അധികം അരിയൊന്നുമില്ല, കണ്ടോ. അപ്പോൾ എരിവൊന്നുമില്ല. അപ്പം ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പൂൺ അങ്ങ് എടുത്ത് മാറ്റിട്ട് നമുക്ക് ഇതുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നിങ്ങനെ, ഞാൻ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചതിൻ്റെ ഉദ്ദേശം ഇങ്ങനെ മുക്കി എടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലായിടത്തും ഇതാകുമല്ലോ, കണ്ടോ. ഇനി നമുക്കിത് നേരെ നമുക്ക് അടുപ്പിൽ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് മുക്കി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന്, ഇത് ചിലർ ഇതിൻ്റെ അകത്ത് ഒത്തിരി പൊങ്ങി വരാൻ വേണ്ടി ബേക്കിംഗ് പൗഡറൊക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ തന്നെ ഉണ്ടാക്കുക. ബേക്കിംഗ് പൗഡറോ അരിപ്പൊടിയോ ഇച്ചിരി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി അരിപ്പൊടി വേണേലിടാം, ബേക്കിംഗ് സോഡ വേണേലിടാം, ബേക്കിംഗ് പൊടി ഇടാം. അപ്പം ഞാനിതൊന്നും ഇട്ടിട്ടില്ല. ഇല്ലാതെ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഈ 3 എണ്ണം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കാം. ഇച്ചിരി ശർക്കര ഒന്ന് കൂടിപ്പോയെന്ന് തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ പരുവത്തിലായിട്ടുണ്ട്. ഇതാകട്ടെ. ഇപ്പം മറിച്ചിട്ടിട്ടുണ്ട്. ഒരെണ്ണം ഒരു ശർക്കര ഇച്ചിരി മൂപ്പ് കൂടുതലായിട്ടുണ്ട്. ഇത് രണ്ടും പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഞാനിതാ മുളക് ബജി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതിമനോഹരമായിരിക്കുന്നത് കാണാനും. അത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പം പഴംപൊരി പോലെ വലിയ മുളകായതുകൊണ്ട് ഇത് വലുതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പം വലിയ മുളകാകുമ്പോൾ നടുകെ കീറിയിട്ടുണ്ടാക്കുവാണെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. ഇത് ഇച്ചിരി തടിയനായിപ്പോയി, എങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.